السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇരു ലോകത്തും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ പരിചയങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് നൽകി, അവന്റെ റിള നൽകി, അതിലുപരി അവന്റെ മഹത്തായ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, വളരെ പഠനാർഹമായ നാമൊക്കെ നിത്യജീവിതത്തിൽ നിസ്കാരമായും നോമ്പുമായും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളുമായും ഓരോരുത്തരും ദിനേന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത്യാവശ്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രസക്തമായ ഫിഖ്ഹ് ക്ലാസും അനുബന്ധ ചർച്ചകളുമാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ വിശേഷപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ്. പതിവനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ ഇന്ത്യൻ ടൈം 1 മണിക്ക് തന്നെ മൗലിദ് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വിശാലമായ സമയം ഇപ്പോ നമുക്കില്ലാത്തത് കൊണ്ട് ഉള്ള സമയം നമുക്ക് ആദർശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും നമുക്ക് ഇടപെടാം. ഇനി പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ താല്പര്യപ്പെടുന്നത് റബീഉൽ അവ്വൽ മാസമാണല്ലോ. നമ്മുടെ ക്ലാസ് റൂമിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പള്ളികളിലും എല്ലാം തന്നെ നബിദിന പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മൗലിദുകളും മറ്റുമെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇതിനോടെല്ലാം തന്നെ വഹാബികൾക്ക് കടുത്ത എതിർപ്പാണുള്ളത്. അപ്പൊ റബീഉൽ അവ്വൽ സംബന്ധമായി, നബിദിനാഘോഷം സംബന്ധമായി, അതുപോലെ തന്നെ മൗലിദുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ, അതുമായി ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, ഈ ആദർശ വിഷയങ്ങളുമായി ബന്ധമുള്ള ഏത് കാര്യങ്ങളും ആവാം. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ താല്പര്യപ്പെടുന്നത് റബീഉൽ അവ്വൽ ആയതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ പതിവായി മൗലിദ് നടക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് കൂടുതൽ നാം പ്രാമുഖ്യം നൽകേണ്ടത്. ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവാം. മൗലിദിനെ കുറിച്ചോ റബീഉൽ അവ്വലിനെ കുറിച്ചോ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളെല്ലാം അറിയേണ്ടതുണ്ടെങ്കിൽ അവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കണം. ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്യുക, മൈക്കെടുക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഫൽ ചോക്കാട്, എന്തേ മൈക്കെടുക്കാഞ്ഞത്? നൗഫൽ ചോക്കാട്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സുഹൃത്ത് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത്. കാരണം ഉസ്താദ് നാട്ടിൽ നിന്നാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരാൾ ക്യൂ ആയിട്ട് മൈക്കിലേക്ക് പെട്ടെന്ന് വരിക. ഉസ്താദ് ചോദ്യം, ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ റബീഉൽ അവ്വലാണ് വരുന്നത്. നബിദിന ആഘോഷങ്ങളും മറ്റും ഒരുപാട് ഘോഷയാത്രകളും അതുപോലെ തന്നെ മദ്ഹ് ഗാനങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല പരിപാടികളും നടക്കുന്നു. റസൂലുള്ളാഹിന്റെ ആ നബിദിനത്തിന്റെ അന്ന് റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേക ആഘോഷം നടക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന ഖുലഫാഉർ റാഷിദുകൾ അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന സഹാബികളോ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ചോദ്യം അതാണ്. മൈക്രോ യൂസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവ്വൽ ആകുമ്പോൾ പ്രത്യേകിച്ച് വഹാബികളിൽ നിന്നും അതുപോലെയുള്ള അസുന്നികളിൽ നിന്നും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നബിദിനം, ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഖുലഫാകളോ അവിടുന്ന് ഏതെങ്കിലും ഒരു സഹാബിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? മൗലിദ് നടത്തിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ വിഷയം നാം പരിഗണിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധ ശരീഅത്തിലെ പ്രമാണങ്ങളെക്കുറിച്ചോ ശരീഅത്ത് നിയമങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചോ ഒരു കേവല ജ്ഞാനം പോലും ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണ വഹാബികൾ ഇങ്ങനെ ചോദിക്കാറുള്ളത്. ഏതെങ്കിലും തരത്തിൽ ശരീഅത്ത് നിയമങ്ങളെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് വരികയില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ
ഏതെങ്കിലും ഒരു സഹാബി പ്രവാചകന്റെയോ അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയോ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ പരിശുദ്ധ ശരീഅത്തിലെ ഇബാദത്തുകളെക്കുറിച്ചും ആരാധനാ രീതികളെക്കുറിച്ചും ഒരു ഐഡിയയും ഇല്ലാത്തത് കൊണ്ടുള്ള, ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ചോദ്യമാണിത്. നമുക്ക് വളരെ ലളിതമായിക്കൊണ്ട് തിരിച്ചൊരു കാര്യം ചോദിക്കാം. ആരെയും ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയല്ല, ചോദിച്ച് പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. നമുക്ക് തിരിച്ച് ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാമല്ലോ. നാം ഇപ്പോ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബൈലക്സ് മെസ്സഞ്ചറിലൂടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളും ഇതേ രൂപത്തിൽ ഒരു ക്ലാസ് റൂമിൽ ഒത്തുകൂടിക്കൊണ്ട് ദീനിയായ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പല വിവരങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാമല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ടോ? സഹാബിമാരാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? താബിഈങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമാർ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും വഹാബികൾക്കും അതുപോലെ തന്നെ സുന്നി വിരുദ്ധ ആശയക്കാർക്കും ഇതിനുള്ള വിശദീകരണം, ഇതിനുള്ള മറുപടി? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബിമാരോ ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതൊക്കെ നിഷിദ്ധമാണ് എന്നാരും പറയില്ല. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നാരും പറയില്ല. എന്നാൽ ഇതേ രൂപത്തിൽ തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിലെ പല ഇബാദത്തുകളെയും നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം അല്പം വിശദീകരിക്കാം. പരിശുദ്ധ ശരീഅത്തിലെ ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, കൃത്യമായ രൂപവും അതെങ്ങനെ നിർവഹിക്കണം, എപ്പോൾ നിർവഹിക്കണം, ഏത് രീതിയിൽ നിർവഹിക്കണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി, വളരെ കർക്കശമായി പരിശുദ്ധ ശരീഅത്ത് വിവരിക്കുകയും അതിലപ്പുറം ഒരിക്കലും പോകാൻ പാടില്ല, അതിനൊരു മാറ്റവും പാടില്ല എന്ന് ശരീഅത്ത് നിർബന്ധമാക്കുകയും ചെയ്ത ഇബാദത്തുകൾ. ഉദാഹരണത്തിന് നമുക്ക് ആലോചിക്കാം. 5 വഖത്തിലുള്ള നിസ്കാരങ്ങൾ. ഉദാഹരണത്തിന് ളുഹർ നിസ്കാരം തന്നെ പരിശോധിക്കൂ. ളുഹർ നിസ്കാരം അതിന് ശരീഅത്ത് ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, ഒരു രീതി, ഒരു രൂപം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആ ളുഹർ നിസ്കാരം നിർവഹിക്കാൻ പറ്റൂ, അതാ ആയിക്കൊണ്ട്. എന്നാൽ ശരീഅത്ത് പറഞ്ഞ ആ രീതിയിൽ മാത്രമേ ആ നിസ്കാരം, ളുഹർ നിസ്കാരം നിർവഹിക്കാൻ പറ്റൂ. ആദ്യം ഒരു ഖിയാം, ഒരു നൃത്തം, പിന്നീട് റുക്കൂഅ്, പിന്നീട് ഇഅ്തിദാല്, പിന്നീട് സുജൂദ്. ഇങ്ങനെ ഒരു ക്രമം അതിന് പറഞ്ഞിട്ടുണ്ട്, രൂപം പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അതിന് ചില അദബുകളും ചില മര്യാദകളും എല്ലാം തന്നെ ശരീഅത്ത് പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും അവകൾ പാലിച്ചിരിക്കുക തന്നെ വേണം. അതിൽ യാതൊരു മാറ്റവും പാടില്ല. ളുഹർ 5 റക്അത്താക്കുവാനോ, ഒരു റക്അത്തിലെ റുക്കൂഇന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു റക്അത്തിൽ തന്നെ 2 റുക്കൂഅ്, അതല്ലെങ്കിൽ സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് 3 റുക്കൂഅ്, 4 സുജൂദ്, 4 റുക്കൂഅ് എന്നിങ്ങനെ വരുത്തുക അത് പാടില്ലാത്ത കാര്യമാണ്. ശരീഅത്ത് നിർബന്ധമായും വളരെ കർക്കശമാക്കിയ കാര്യമാണ് ആ രീതിയിൽ തന്നെ നിർവഹിക്കണം എന്നുള്ളത്. ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നോമ്പിന്റെ വിഷയത്തിലും കാണാം, ഹജ്ജിന്റെ കാര്യത്തിലും കാണാം. ഒരു പ്രത്യേകമായ സ്ഥലം, പ്രത്യേകമായ സമയം, പ്രത്യേകമായ രൂപം, ആ രൂപത്തിൽ തന്നെ ഈ ഇബാദത്തുകൾ നിർവഹിക്കാൻ പറ്റും. എന്നാൽ ഇങ്ങനെ ഒരു നിശ്ചിത രൂപങ്ങളും കൃത്യമായ രീതികളും ശരീഅത്ത് പറഞ്ഞു തരാത്ത ഇബാദത്തുകളും ശരീഅത്തിലുണ്ട്. നമുക്കറിയാമല്ലോ, അംറു ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ ശരീഅത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണിത്. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഒരുപാട് സവാബ് ശരീഅത്ത് ഇബാദത്തിന് പറഞ്ഞിട്ടുണ്ട്. ഈ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മയെ വിരോധിക്കലും ഇത് ഏത് രീതിയിൽ, ഇത് ശരീഅത്ത് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് നോട്ടീസ് അടിച്ചുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാം, യോഗം വിളിച്ചുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാം, വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാം, ലേഖനം എഴുതിക്കൊണ്ട് ഈ കാര്യം നിർവഹിക്കാം. അങ്ങനെകളുണ്ടോ ആ വഴികളെല്ലാം തന്നെ ഈ കാര്യത്തിന് സ്വീകരിക്കാം. ഇന്നാലിന്ന രീതി, ഇന്നാലിന്ന രൂപം, ഇന്നാലിന്ന സമയം എന്നിങ്ങനെ ശരീഅത്തിന് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതേ രൂപത്തിലുള്ള ഒരു കൃത്യമായ രൂപങ്ങളും കൃത്യമായ രീതികളും ശരീഅത്ത് കർക്കശമാക്കാത്ത ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്നുള്ളത്. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക, ഇത് ഇങ്ങനെയുള്ളൊരു ഇബാദത്താണ്. ആ നന്ദി എങ്ങനെ പ്രകടിപ്പിക്കാം?
ബഹുമാനപ്പെട്ട അല്ലാമ ഷർവാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതുപോലെ ഏതു രൂപത്തിലും അത് പ്രകടിപ്പിക്കാം. ഏതു രൂപത്തിലും സൽക്കർമ്മങ്ങളായിക്കൊണ്ട് ശരീഅത്ത് പറയുന്ന ഏതൊക്കെ രൂപങ്ങളുണ്ടോ, വിരോധിക്കപ്പെടാത്ത ഏതൊക്കെ രൂപങ്ങൾ, ആ രൂപത്തിലെല്ലാം തന്നെ നിർവഹിക്കാം. നബിദിനം എന്നതുകൊണ്ട്, ജന്മദിനാഘോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് അള്ളാഹു സമർപ്പിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരാൾക്കും തന്നെ സംശയം ഉണ്ടാവുകയില്ല. ഈ നബി തങ്ങളെ നമുക്ക് ലഭിച്ചു എന്ന ആ സന്തോഷം, അത് പ്രകടിപ്പിക്കലാണ് ജന്മദിനാഘോഷം കൊണ്ട്, നബിദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പറയുക. ഈ നന്ദി ഏതു രൂപത്തിലുമാകാം, ഏതു രൂപത്തിൽ. ഇനി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴില്ലാത്ത പല സൗകര്യങ്ങളും പല സജ്ജീകരണങ്ങളും പല സംവിധാനങ്ങളും വന്നു. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വരും തലമുറ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതെങ്കിൽ അന്നത്തെ തലമുറ ചിന്തിക്കുകയാണ്, ഈ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം, ഈ കാര്യം മുമ്പത്തെ നൂറ്റാണ്ടിലോ അതിനു മുമ്പുള്ള നൂറ്റാണ്ടിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിന്റെ മറുപടി ആ രീതി മുമ്പുണ്ടായിട്ടില്ല എന്നായിരിക്കും. ആ രീതി മുമ്പുണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഒരിക്കലും ആ കാര്യം വിരോധിക്കപ്പെട്ട കാര്യമാകുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ബൈലക്സിന്റെയും ക്ലാസ് റൂമിന്റെയും കാര്യം പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിലാണ് ഇൽഹാറുൽ ഫറഹി വസ്സുറൂർ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക. ഈ നന്ദി പ്രകടിപ്പിക്കൽ ഇപ്പോ നാം ഒരു പ്രത്യേകമായ രൂപത്തിൽ പ്രത്യേകമായ രീതിയിൽ ചെയ്തു വരുന്നു. ഈ രീതി മുമ്പുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് വിമർശിക്കപ്പെടുന്നതാവുന്നില്ല. ശരീഅത്തിൽ ഒരു കാര്യം വിമർശിക്കപ്പെടുന്നതും ഒരു കാര്യം അംഗീകരിക്കപ്പെടുന്നതും മുമ്പുണ്ടായോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ശരീഅത്തിന് ചില പ്രമാണങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആൻ, ഹദീസുകൾ, അതുപോലെ തന്നെ ഇജ്മാ, ഖിയാസ്. ഇങ്ങനെയുള്ള ഈ 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിൻബലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും ആ കാര്യം ശരീഅത്ത് അംഗീകരിക്കപ്പെട്ടതായി, ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമായി അത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിൻബലം ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ അത് ശരീഅത്തിൽ നിന്ന് മർദൂദാവുകയുള്ളൂ, ഒഴിവാക്കപ്പെടേണ്ടതാവുകയുള്ളൂ. നബിദിനത്തിന്റെ കാര്യവും ഈ രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശദീകരണത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ, ഇനിയും ഇത് സംബന്ധമായിക്കൊണ്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മൈക്കിലേക്ക് വരണം. അവർ ഈ വിഷയം തന്നെ വീണ്ടും ചോദിക്കണം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്റെ ചോദ്യം, ഇപ്പൊ നമ്മള് റസൂലുള്ളാഹിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോ ഈ വഹാബികളൊക്കെ പറയണത് ഈ ജന്മദിനം ആഘോഷിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികള് യേശുവിന്റെ ഇത് ആഘോഷിക്കുന്നത് പോലെ തന്നെയാണെന്നും, പിന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാമില് കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ജന്മദിനം ആഘോഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പിതാവിന് അതല്ലെങ്കിൽ ഒരു മാതാവിന്, ഒരു കുടുംബത്തിന് അവർക്ക് ജനിച്ച കുട്ടി തീർച്ചയായും അള്ളാഹു തആല അവർക്ക് നൽകിയ അനുഗ്രഹം തന്നെയാണ്. ഈ അനുഗ്രഹത്തിന് അവർക്ക് നന്ദി പ്രകടിപ്പിക്കാം. അള്ളാഹു തആല ആ കുടുംബത്തിന് നൽകിയ അനുഗ്രഹമാണ്, ആ പിതാവിന് നൽകിയ അനുഗ്രഹമാണ്, മാതാവിന് നൽകിയ അനുഗ്രഹമാണ് അവർക്കൊരു കുട്ടി ജനിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു തനിക്ക് നൽകിയ, തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം, ആ അനുഗ്രഹത്തെ സ്മരിക്കുക, ആ അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട്, ആ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക. ഈ രൂപത്തിലാണെങ്കിൽ നമുക്ക് ലഭിച്ച സന്താനങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങൾ, ഇതിന്റെ പേരിലെല്ലാം തന്നെ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാവുന്നതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്ന രീതിയിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, ഒരു മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുസ്ലിമിന് അത് അനുഗ്രഹമാണോ അല്ലേ എന്ന് ഒരാൾക്കും സംശയം ഉണ്ടാവുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. തനിക്ക് ലഭിക്കുന്ന സന്താനങ്ങളും അതുപോലെ തന്നെ മറ്റ് ലാഭങ്ങളും അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ സ്മരിക്കാം, ആ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാം. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന
ഒരു മുസ്ലിമിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട് നാം സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായൊരു ദിവസം എന്ന നിലക്ക് നാം റബീഉൽ അവ്വൽ 12 തെരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയാണ് മഹാന്മാരാകുന്ന ഫുഖഹാക്കൾ ഈ കാര്യം വിശദീകരിക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെയല്ലേ എന്നുള്ളതാണ്. അതൊക്കെ തീർച്ചയായും എല്ലാ നിലക്കും തള്ളപ്പെടേണ്ടുന്ന, ഒട്ടും സ്വീകാര്യമല്ലാത്ത ചില ദുർന്യായങ്ങൾ മാത്രമാണ്. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നബി തങ്ങളുടെ പേരിൽ ആഘോഷിക്കാൻ പാടില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറും ദുർന്യായങ്ങളും അസത്യവാദങ്ങളും മാത്രമാണ്. ആ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ക്രിസ്ത്യാനികൾ അവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന കാരണത്താൽ മുസ്ലിമീങ്ങൾ അവരുടെ റസൂലാകുന്ന പുണ്യ നബിയുടെ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, അവിടുത്തെ പേരിൽ സന്തോഷിക്കാൻ പാടില്ല എന്ന് ഒരു പ്രമാണത്തിലുമില്ല. അത് വെറും ഒരു ദുർന്യായം മാത്രമാണ്. അത് അസ്വീകാര്യമായ ഒരു വാദമാകുന്നു. അത് ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ ചോദ്യം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഇതുവരെ ആരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മരണപ്പെട്ട ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ദിവസത്തിലാണോ ഇങ്ങനെ ഒരു ആഘോഷം? അതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടു വിഷയങ്ങളാണ് സഹോദരൻ ഇവിടെ സംശയത്തിൽ പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ഇതുവരെ ആരും എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, മരണപ്പെട്ട ദിവസം, വഫാത്തായ ദിവസം അത് റബീഉൽ അവ്വൽ 12 എന്ന് എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദിവസത്തിലാണോ ഇങ്ങനെയുള്ള ഒരു ആഘോഷം? ഹലോ, ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നാം ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നത് ശരിയല്ല. ചരിത്രത്തിൽ എല്ലാവരും രേഖപ്പെടുത്തിയ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് എല്ലാ ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും അവരെല്ലാവരും തന്നെ റബീഉൽ അവ്വൽ 12 അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ നബി തങ്ങൾ വഫാത്തായ ദിവസം അതും റബീഉൽ അവ്വൽ 12 എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് KMS എന്ന ഐഡിയുള്ള സഹോദരൻ പച്ചക്കള്ളം എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്കിലേക്ക് വരണം, ചോദിക്കണം. നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചും ചോദിക്കാം. ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ച് മുങ്ങുക എന്നതൊന്നും സംസ്കാരമുള്ള, മാന്യതയുള്ള, ആദർശബോധമുള്ള ആളുകൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പറയുന്ന ആശയത്തിൽ അത് സത്യമാണെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആദർശബോധമുള്ളവരാണെങ്കിൽ, നിങ്ങൾ സംസ്കാരമുള്ളവരാണെങ്കിൽ നിങ്ങൾ മൈക്കെടുത്തുകൊണ്ട് ചോദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ടച്ചടിക്കുക എന്നുള്ളത് ഒരു ആദർശവാദിക്ക്, പ്രത്യേകിച്ച് സംസ്കാരമുള്ള ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് എല്ലാ ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വഹാബികളും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ വഫാത്ത് നടന്നത് എന്നും ചരിത്രത്തിൽ കാണാം. എന്നാൽ പിന്നെ റബീഉൽ അവ്വൽ 12
ആഘോഷം പ്രകടിപ്പിക്കാതെ ദുഃഖം ആചരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഹാബികൾ പൊതുവെ പറയാറുള്ള ചോദിക്കാറുള്ള ഒരു വിഷയമാണ്. ഇവിടെയും നമുക്ക് പറയാനുള്ളത് ശരീഅത്ത് നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർ അഭിപ്രായപ്പെടുന്നത്, ഇങ്ങനെ അവർ ചോദിക്കുന്നത്. കാരണം ഇസ്ലാമിൽ ഒരാളുടെ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കുക, ഒരാളുടെ മരണത്തിന്റെ പേരിൽ ദുഃഖം ആചരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളുടെ മരണത്തിന്റെ പേരിൽ ദുഃഖം ആചരിക്കുക എന്നൊരേർപ്പാട് പരിശുദ്ധ ഇസ്ലാമിലില്ല. ഒരാളുടെ മരണത്തിന്റെ പേരിൽ ദുഃഖം ആചരിക്കുക എന്ന കാര്യം പരിശുദ്ധ ഇസ്ലാമിലില്ല. ദുഃഖമുണ്ടാകാം, പക്ഷെ ദുഃഖം ആചരിക്കൽ എന്നൊരു ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാമിലില്ല. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയിരിക്കും. അതുകൊണ്ട് അന്നെല്ലാവരും ദുഃഖം ആചരിക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്നാൽ ദുഃഖം ആചരിക്കുക, അത് നബിതങ്ങളുടെ പേരിലാണെങ്കിലും മറ്റാരുടെ പേരിലാണെങ്കിലും ദുഃഖം ആചരിക്കുക എന്നൊരു ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. എന്നാൽ അതേ രൂപത്തിലല്ല ആഘോഷം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹം, നബിതങ്ങളാകുന്ന അനുഗ്രഹം എന്ന് മാത്രമല്ല മറ്റേത് അനുഗ്രഹത്തിന്റെ പേരിലും അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളുടെ പേരിൽ നാം സന്തോഷം പ്രകടിപ്പിക്കുന്നു, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നു, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു. അതിനേറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന നിലക്ക് റബീഉൽ അവ്വൽ മാസവും അതുപോലെ തന്നെ 12ന്റെ ദിവസവും നാം തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, ഇപ്പോ ഞാനൊക്കെ മദ്രസ പഠിച്ചിരുന്ന കാലത്ത് റബീഉൽ അവ്വൽ 12 അന്നാണ് നിബിധനം കഴിക്കാറുള്ളത്. അന്ന് റാലിയും അതിന്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് പരിപാടികൾ തീരും. ഞാൻ ഈ രണ്ട് മുജിദുകാരനുമായിട്ട് ഈ സംഭവം ചർച്ച ചെയ്തപ്പോൾ അയാളിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, പഴയ കാലങ്ങളിൽ ഒരു ദിവസമായിരുന്നു നബിദിനം, ഇപ്പോൾ ആ മാസം മുഴുവൻ റബീഉൽ അവ്വൽ മാസം മുഴുവനും ഇപ്പൊ നബിദിനം കൊണ്ടാടുകയാണ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് അതിന് കാര്യമായിട്ട് ഉത്തരം പറയാനേ എനിക്ക് സാധിച്ചിട്ടില്ല. ഉസ്താദ് ഈ ഉത്തരം ശരിക്കും പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരനോട് മുജാഹിദാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചോദ്യം മുജാഹിദിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് മറുപടി വളരെ എളുപ്പമാണ്. 1940കളിൽ റബീഉൽ അവ്വൽ 12 മുസ്ലിം ഐക്യസംഘം, അതായത് KNMന്റെ മുമ്പത്തെ രൂപമാകുന്ന മുസ്ലിം ഐക്യസംഘം റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിച്ചിരുന്നു. നബിതങ്ങളുടെ പേരിൽ പല പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അതൊരു വഹാബിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അവരുടെ അൽ ഇർഷാദ് മാസികയിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊരടിസ്ഥാനത്തിലാണോ അന്നവർ ചെയ്തത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളും റബീഉൽ അവ്വൽ 12 അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ദിവസങ്ങളിലും ആഘോഷിക്കുന്നത് എന്ന് വഹാബികളോട് നമുക്ക് മറുപടി പറയാം. ഞാൻ ഒന്നുകൂടി വിഷയം പറയാം. വഹാബികളുടെ പക്കൽ നിന്നാണല്ലോ ഈ ചോദ്യമുള്ളത്. അതുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ള മറുപടി, മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ അത് KNMന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പത്തെ രൂപമാണ്. അത് പുരോഗമിച്ചോ അതല്ലെങ്കിൽ ലോപിച്ചോ മുസ്ലിം ഐക്യസംഘം പിന്നീട് KNMും അതുപോലെ തന്നെ KJU അഥവാ കേരള ജമിയത്തുൽ ഉലമയിൽ എല്ലാം മാറുന്നത്. ഈ KNM, ഈ മുസ്ലിം ഐക്യസംഘം EK മൗലവിയുടെയും KM മൗലവിയുടെയും നേതൃത്വത്തിൽ 1940കളിൽ അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു റബീഉൽ അവ്വൽ 12. അന്ന് റബീഉൽ അവ്വൽ 12 ഏതൊരടിസ്ഥാനത്തിലാണോ അവർ നബിദിനം ആഘോഷിച്ചത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് റബീഉൽ അവ്വൽ 12 അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ദിവസങ്ങളിലും ഇപ്പോ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വഹാബികളോട് നമുക്ക് മറുപടി പറയാവുന്നതാണ്. ഇനി ഇത് സംബന്ധമായിക്കൊണ്ട് കൂടുതൽ വിശദീകരണം സഹോദരൻ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സഹോദരൻ മൈക്കെടുത്തുകൊണ്ട് ചോദിക്കണം.
ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. എനിക്കുള്ള സംശയം, ഞാൻ ഈ അടുത്തത് കേട്ടതാണ്, അർ റഹീഖുൽ മഖ്തൂം എന്ന് പറഞ്ഞിട്ടുള്ള കിതാബില് സഫീർ റഹ്മാൻ മുബാറക് ഫൂരി എന്ന് പറഞ്ഞ ആൾ പറയുന്നത് റബീഉൽ അവ്വൽ 9-നാണ് നബി ജനിച്ചത് എന്ന്. അതിനെ കുറിച്ചിട്ട് വിശദീകരണം ഉസ്താദിന്റെ വാക്കുന്ന് പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്നുണ്ടായി? അത് റബീഉൽ അവ്വൽ മാസത്തിലെ ഏത് ദിവസത്തിൽ? ഈ വിഷയത്തിൽ മഹാഭൂരിപക്ഷം ചരിത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് റബീഉൽ അവ്വൽ 12 എന്നാണ്. എന്നാൽ ചരിത്രത്തിൽ അത് റബീഉൽ അവ്വൽ 9 എന്നും, അല്ല റബീഉൽ അവ്വൽ 8 എന്നും, റബീഉൽ അവ്വൽ 13 എന്നും അഭിപ്രായമുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് സംഭവിച്ചു എന്നതല്ല വിഷയം. നബി തങ്ങളുടെ ജന്മം അത് 9 അതല്ലെങ്കിൽ 8 13 12 ഇതല്ല വിഷയം. നബി തങ്ങളുടെ ജന്മം ഏത് ദിവസത്തിൽ സംഭവിച്ചിരുന്നാലും ആ നബി തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, നബി തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ജന്മദിനം ആഘോഷിക്കുക, ആ ജന്മദിനത്തിൽ നബി തങ്ങളുടെ പേരിൽ ആഘോഷിക്കുക, ഇത് അംഗീകരിക്കപ്പെടുന്നോ ഇല്ലേ എന്നുള്ളതാണ്. 12 9 ജനിച്ചു എന്നാണ് വഹാബികൾ വാശി പിടിക്കുന്നതെങ്കിൽ ശരി, ആ 9 നബി തങ്ങളുടെ പേരിൽ ആഘോഷം സംഘടിപ്പിക്കുവാൻ, നബി തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വഹാബികൾ തയ്യാറാകുമോ? ഈ വിഷയം ഞാൻ ഒന്നുകൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്നായിരുന്നു. റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ ജന്മം ഉണ്ടായത് എന്ന് ചരിത്ര പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ഉലമാക്കളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ചരിത്രത്തിൽ നബി തങ്ങളുടെ ജന്മം ഉണ്ടായത് 9 13 8 എന്നും അഭിപ്രായങ്ങളുണ്ട്. അതൊരു വിഷയത്തിൽ പണ്ഡിതന്മാർക്ക്, ചരിത്ര പണ്ഡിതന്മാർക്ക് ചരിത്രപരമായ പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ രൂപത്തിൽ ഈ വിഷയത്തിലും ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അത് നാം അംഗീകരിക്കുന്നു. പക്ഷേ നബി തങ്ങളുടെ ജന്മം എന്നുണ്ടായി എന്നതല്ല വഹാബികളുടെയും സുന്നികളുടെയും ഇടയിലുള്ള തർക്കം. നബി തങ്ങളുടെ ജന്മം ഏതോ ദിവസത്തിലാവട്ടെ, ആ ദിവസത്തിൽ നബി തങ്ങളുടെ പേരിൽ ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, നബി തങ്ങളുടെ പേരിൽ ആഘോഷിക്കാം, അത് ഏത് ദിവസമായിരുന്നാലും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉലമാക്കൾ അഭിപ്രായപ്പെട്ടത് അത് റബീഉൽ അവ്വൽ 12 എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഈ അടുത്തായിട്ട് ഞാനൊരു മുജാഹിദിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. ആദ്യമായിട്ട് പങ്കെടുത്തതാണ്. അപ്പൊ അവിടെ നിന്ന് കേട്ടതാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുള്ളത്. അവരതിന് തെളിവ് വേറെ പുസ്തകത്തിന്റെ പേരും പറഞ്ഞു, ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഹൈക്കൽ എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം. ഇംഗ്ലീഷിലാണ്, അതിന് മലയാളത്തിൽ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലും പറയുന്നുണ്ട് ഇങ്ങനെ കുറെ അവരുടെ തെളിവായിട്ട് അവർ പറഞ്ഞതാണത്. കുറെ സ്ഥലങ്ങളിൽ മുഹറത്തിലാണെന്നും സഫറിലാണെന്നും റമലാനിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. അതിന്റെ ആധികാരികത ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അതിന്റെ ആധികാരികതയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പലയിടത്തും അവർ എന്നിട്ട് അതിൽ നിന്ന് സമർത്ഥിച്ചു വരുന്നത് ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്? ഒന്ന്. രണ്ടാമതായിട്ട് അവർ സമർത്ഥിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയുടെ ജന്മദിനം ഇങ്ങനെ അറിയിച്ചു കൊടുത്തത്, എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത് മാത്രം മറച്ചു വെച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ജനങ്ങൾ ഇതൊരു ആരാധനാ ദിവസമായിട്ട് ഏറ്റെടുക്കുമെന്നോ എന്നൊക്കെ ഭയപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഒരു മുജാഹിദ് മൗലവി പറയുന്നതായിട്ട് കേട്ടു. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത് അത് ഒരു ആഘോഷ ദിവസമായിക്കൊണ്ട്, ആരാധനാ ദിവസമായിക്കൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയാകുന്നു എന്ന് വഹാബികളുടെ സ്വന്തം വകയാണ്. അത് പ്രാമാണികമായി അവർക്ക് തെളിയിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു എന്നുള്ളത്
ഈ ജന്മദിനത്തെ ആഘോഷ ദിവസമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താകുന്നു എന്നത് വഹാബികളുടെ സ്വന്തം വകയാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രമാണം, എന്തെങ്കിലും ഒരു പ്രമാണം, ഒരു പ്രമാണത്തിന്റെ തുണ്ട് പോലും ഒരു വഹാബിക്കും ഉദ്ധരിക്കാൻ സാധ്യമല്ല. അതിന് കഴിയുന്ന ഏതെങ്കിലും വഹാബികൾ ഇന്ന് ആലം ദുന്യാവിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. അവർക്കതിന് സാധിക്കുമോ? ഞാൻ ഒന്നുകൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചത് അത് നബി തങ്ങളുടെ ജന്മദിനം ഒരു ആഘോഷ ദിവസമായിക്കൊണ്ട് ലോകം സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ആചരിക്കാതിരിക്കാൻ വേണ്ടിയാകുന്നു എന്ന വഹാബിവാദം മണ്ടത്തരമാണ്, അടിസ്ഥാനരഹിതമാണ്. പ്രാമാണികമായതിന് യാതൊരു തെളിവും അതിനില്ല. ഏതെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു തുണ്ട് തെളിവ് ഏതെങ്കിലും ഒരു വഹാബിക്ക്, ഞാൻ വ്യക്തമായി പറയുന്നു, ഇന്ന് ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വഹാബിക്ക് അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരാൾക്കും സാധ്യമല്ല. സാധിക്കുമെങ്കിൽ അവർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വരട്ടെ. അവർ അതിനെ തെളിയിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. വേണമെങ്കിൽ ഈ വിഷയത്തിൽ നമുക്കൊരു സംവാദം തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ സംഘടിപ്പിക്കാം. ഒരാൾക്കും തന്നെ സാധ്യമല്ല. അപ്പോ മാത്രമല്ല, ചരിത്രപരമായി ഏതൊരു വിഷയത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ജന്മദിനത്തിന്റെ മാത്രം വിഷയമായിക്കൊണ്ട് പരിമിതപ്പെടുത്തേണ്ടതില്ല. ചരിത്രത്തിൽ അതിന്റെ ഉലമാക്കൾക്ക് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നതുപോലെ ഇവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നബി തങ്ങളുടെ ജന്മദിനം എന്ന് കൃത്യമാക്കാത്തതിന്റെ താല്പര്യം അതൊരു ആഘോഷ ദിവസമായിക്കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നമുക്കെന്താ തിരിച്ചു പറഞ്ഞുകൂടെ? നമുക്ക് തിരിച്ചു പറയാമല്ലോ. എങ്ങനെ? നബി തങ്ങളുടെ ജന്മം എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എല്ലാ ദിവസവും ആഘോഷ ദിവസമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് വാദിച്ചുകൂടെ? അതിനെക്കുറിച്ച് വഹാബികൾ എന്തു പറയും? എല്ലാ ദിവസവും 9ഉം 8ഉം 13ഉം എല്ലാം തന്നെ നബി തങ്ങളുടെ പേരിലുള്ള ആഘോഷ ദിവസമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ചരിത്രത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്നൊരാൾക്ക് വാദിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വാദങ്ങൾ അത് നിരർത്ഥകമായ വാദങ്ങളാണ്. അത് തീർച്ചയായും ജഹാലത്തിൽ നിന്ന്, ശരീഅത്ത് നിയമങ്ങളെക്കുറിച്ചുള്ള ജഹാലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാദങ്ങളാണത്. അതൊട്ടും ശരിയല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആഘോഷിക്കുക, നബി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക, ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ നബി തങ്ങളുടെ ജന്മം 8-നായിരുന്നാലും 9-നായിരുന്നാലും 12-നായിരുന്നാലും ഈ വിഷയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഒരു വഹാബി 12-നല്ല 9-നാണെന്ന് വാദിക്കുന്നെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കാം. എന്നിട്ട് നാം ചോദിക്കുന്നു, എന്ന 12-ന്റെ ആഘോഷം നിങ്ങൾ 9-ന് നടത്താൻ തയ്യാറുണ്ടോ? 12-ന്റെ ആഘോഷം നിങ്ങൾ 13-ന് നടത്താൻ തയ്യാറുണ്ടോ? അപ്പൊ നബി തങ്ങളുടെ ജന്മം എന്ന് സംഭവിച്ചു എന്നുള്ളതിൽ ന്യായമായി കൊണ്ട് വഹാബികൾ പറഞ്ഞത് അവരുടെ ജഹാലത്തിന്റെ പ്രതിരൂപമാണത്. അവരുടെ ജഹാലത്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊട്ടും ശരിയല്ല. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഈ 12-നാണ് എന്ന് നമ്മൾ ഇനി അവർ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കണല്ലോ. ഇതിന് കൃത്യമായിട്ട് നമുക്ക് ഹദീസിൽ ഉണ്ടായിരിക്കാം. എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചാണ്. ഹദീസിൽ ഏത് മൗലൂദ്, മങ്കൂസ് മൗലൂദിലുണ്ട്, റവാഖ് അബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. അതല്ലാതെ നമുക്ക് ഹദീസിൽ ഗ്രന്ഥത്തിൽ ആ ഹദീസ് തന്നെ വല്ല സിഹാബ് സിത്തയിലോ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തതായിട്ട് വിശദീകരിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്നുള്ളത് ചരിത്രപരമായ വിഷയമാണത്. ചരിത്രപരമായ വിഷയത്തിന് നാം പരിഹാരം കണ്ടെത്തേണ്ടത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ചരിത്രത്തിന്റെ കിതാബുകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും അസറുകളുടെ അടിസ്ഥാനത്തിലും ചരിത്രം വിശദീകരിക്കും. അപ്പൊ നബി തങ്ങളുടെ ജന്മം എന്നുള്ളത് ചരിത്രപരമായ വിഷയമാണ്. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ഇപ്പൊ തഫ്സീറുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തഫ്സീറുകളിൽ നിന്ന്, ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഹദീസിന്റെ കിതാബുകളിൽ നിന്ന്, ചരിത്രപരമായ വിഷയങ്ങളാണെങ്കിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്. അങ്ങനെയാണല്ലോ. എന്നാൽ ചരിത്രം വിശദീകരിക്കാൻ ഒരു മാനദണ്ഡമുണ്ടാകും. ആ മാനദണ്ഡം ഒരുപക്ഷെ ഹദീസുകളായിരിക്കാം, അതല്ലെങ്കിൽ ആയത്തുകളായിരിക്കാം, അതല്ലെങ്കിൽ ഇജ്മാഅുകളായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് രേഖകളായിരിക്കാം. എന്നാൽ ചരിത്രത്തിന്റെ സർവ്വ കിതാബുകളിലും
അൽ ബിദായത്തു വന്നിഹായ, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബിദായത്തു വന്നിഹായ, ഇബ്നു ഹിഷാമിന്റെ സീറത്തുൽ ഹലബി, ഇങ്ങനെ സീറകളുടെയും താരീഖിന്റെയും സർവ്വ കിതാബുകളിലും ഈ വിഷയം പറയുന്നുണ്ട്. ഇന്ന കിതാബ് എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തേണ്ടതില്ല. എല്ലാ കിതാബുകളിലും, എന്തിനധികം വഹാബികളുടെ പാഠപുസ്തകത്തിൽ പോലും ഈ സംഗതി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. ഇവിടെ നബി തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണ്. ആ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നൊന്നും സുന്നികളാവും നാം വാദിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നബി തങ്ങളുടെ ജന്മം അത് റബീഉൽ അവ്വൽ 12 തന്നെയാണ്. അതിൽ ചരിത്രപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന വാദം നമുക്കില്ല. ചരിത്രപരമായി വന്നിട്ടുള്ള സർവ്വ അഭിപ്രായ വ്യത്യാസങ്ങളെയും നാം മാനിക്കുന്നു. പക്ഷെ വിഷയം അതല്ല. നബി തങ്ങളുടെ ജന്മം എന്നോ ആവട്ടെ, ആ ജന്മത്തിൽ നബി തങ്ങളുടെ പേരിൽ ആ ദിവസത്തിലോ മറ്റു ദിവസങ്ങളിലോ ആഘോഷിക്കൽ അത് തെറ്റാകുന്നു എന്ന വാദം, വഹാബികളുടെ വാദം, അത് ശരിയല്ല. ഇതാണ് നമ്മുടെ അഭിപ്രായം. കേൾക്കുന്നോ? ഹലോ 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 കേൾക്കുന്നോ? എന്റെ ചോദ്യം വെച്ചാല്, നബിദിന ആഘോഷം നമ്മൾ കഴിക്കുന്ന നേരം വഹാബിന്റെ ജോലിയാണ്, എന്റെ ജോലിയല്ല. പിന്നെ നമ്മൾ ക്രിസ്ത്യാനികള് ക്രിസ്മസ് കഴിക്കുന്നുണ്ടല്ലോ, അന്ന് നമുക്ക് പ്രവാചകൻ തന്നെയല്ല നമ്മള്. അപ്പൊ നമുക്ക് ആ ഈസാ നബിന്റെ ജന്മദിനം അന്ന് നമുക്ക് ആഘോഷിച്ചുകൂടെ ഒരു ചോദ്യമാണ്. പിന്നെ എന്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും എനിക്ക് തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും വിജയിച്ച ഒരു സഹാബി ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ സഹാബി ആരാണെന്ന് ഉസ്താദിന്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞെന്നാൽ ഉപകാരം, എന്റെ വ്യക്തിപരമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടല്ലോ യേശുക്രിസ്തുവിന്റെ പേരിൽ. അതേ രൂപത്തിലല്ലേ നാം നബിതങ്ങളുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നത്? അതല്ലെങ്കിൽ ആ ദിവസത്തിൽ നമുക്കും ഈസാ നബി അലൈഹി സ്വലാമിന്റെ പേരിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ചുകൂടെ? നമ്മുടെ ഒരു ഇബാദത്ത് ആ ഇബാദത്തിന് നാം മാനദണ്ഡമാക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നമ്മുടെ ഒരു ഇബാദത്തിന്റെ മാനദണ്ഡം അത് നമ്മുടെ ചതുർ പ്രമാണങ്ങളാണ്. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും. ഇതിന്റെ ഏതെങ്കിലും ഒരു ഈ പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാം. ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണെങ്കിലും മറ്റ് അമ്പിയാക്കന്മാരുടെ പേരിലാണെങ്കിലും മറ്റ് ഔലിയാക്കന്മാരുടെ പേരിലാണെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കുക. അത് അവരുടെ ജന്മദിനത്തിലോ മറ്റേതെങ്കിലും ദിനങ്ങളിലോ ഇത് ശരീഅത്ത് ഒരിക്കലും വിലക്കുന്നില്ല. ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാമല്ലോ. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കും ചെയ്തുകൂടെ? അപ്പൊ അവർ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല നമ്മുടെ ഒരു കർമ്മത്തിന്റെ മാനദണ്ഡം. നമ്മുടെ ഒരു ഇബാദത്തിന്റെ മാനദണ്ഡം നമ്മുടെ ഈ ചതുർ പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഇനി നബിദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ലഭിച്ച സർവ്വ അനുഗ്രഹങ്ങളുടെ പേരിലും നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. അത് നബിതങ്ങളാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ലഭിക്കുന്ന സന്താനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന മറ്റ് ലാഭങ്ങൾ, അതുപോലെ തന്നെ ഔലിയാ, അതുപോലെ തന്നെ മറ്റ് അമ്പിയാക്കന്മാർ, ഇവരുടെ പേരിലെല്ലാം തന്നെ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. അതിനൊന്നും ശരീഅത്ത് വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ശരീഅത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഈസാ നബിയുടെ പേരിലാണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരിലാണെങ്കിലും ആദം നബി അലൈഹി സ്വലാമിന്റെ പേരിലാണെങ്കിലും മറ്റേത് പ്രവാചകന്മാരുടെ പേരിലാണെങ്കിലും മറ്റേത് ഔലിയാക്കന്മാരുടെ പേരിലാണെങ്കിലും അവർ നമുക്ക് ലഭിച്ചു എന്ന നിലക്ക് നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാവുന്നതാണ്. സന്തോഷം പ്രകടിപ്പിക്കാം. പിന്നെ ക്രിസ്മസ് ദിവസത്തിൽ നമുക്ക് സന്തോഷിച്ചുകൂടെ? ക്രിസ്മസ് ദിവസത്തിലാവട്ടെ ഓണ ദിവസത്തിലാവട്ടെ മറ്റ് മതസ്ഥരുടെ ആഘോഷ ദിവസങ്ങളിൽ നാം സന്തോഷിക്കുമ്പോ അതല്ലെങ്കിൽ നാം അതിനെ പ്രത്യേകം പരിഗണിക്കുമ്പോ അവിടെ പ്രത്യേകമായ നിയമമാണ് അവിടെ വരുന്നത്. അഥവാ മറ്റ് മതസ്ഥരുടെ ആരാധനാകർമ്മങ്ങളോട് യോജിക്കുക, അതല്ലെങ്കിൽ അതിനോട് ശായിബത്തുണ്ടാവുക, സാദൃശ്യമുണ്ടാവുക. ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇത് പാടില്ലാത്ത സംഗതിയാണ്. അപ്പൊ ക്രിസ്മസ് ദിനം എന്ന പരിഗണന ഉണ്ടാകുമ്പോൾ, എന്ന രൂപത്തിൽ വരുമ്പോ, അതല്ലെങ്കിൽ ഓണ ദിവസം എന്ന രൂപത്തിൽ വരുമ്പോ അതിന്റെ ഹുക്കുമ് മാറും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹലോ.
പിന്നെ സഹോദരൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതേതായാലും നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരുപാട് സഹോദരന്മാർ റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സമയം 12:55 ആവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് മൗലിദ് ആരംഭിക്കണം. 5 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മറ്റ് ചർച്ചകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ റൂമിൽ പല സമയങ്ങളിലും ക്വിസ് മത്സരങ്ങളും ക്വിസ് പ്രോഗ്രാമുകളെല്ലാം ഉണ്ടാവാറുണ്ട്. അത്തരം സമയങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയം നമ്മുടെ ആദർശപരമായ വിഷയങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇതിൽ കുറെ ടെസ്റ്റുകൾ കാണുന്നുണ്ട് മുടിയെ കുറിച്ചിട്ട് തന്നെ. അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ച്, ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇ.കെ. അടുത്തുള്ള മുടി ആണോ ഒറിജിനൽ, അതല്ല എ.പി. അടുത്തുള്ള മുടി ഒറിജിനൽ അല്ല ഡ്യൂപ്ലി ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോ ആരുതാണ് സത്യത്തിൽ തെളിവ് സഹിതമുള്ളത് എന്ന് പറഞ്ഞുതരാൻ പറ്റും ഉസ്താദിന്? രണ്ടും തെളിവ് സഹിതമുള്ളത് തന്നെയാണ്. കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാതും ഉണ്ട്. നമ്മുടെ പക്കലുള്ള മുടി അത് നബി തങ്ങളുടെ മുടിയാകുന്നു എന്ന് നാം വാദിച്ചിട്ടില്ല. അത് നബി തങ്ങളല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല എന്ന വിശ്വാസം ഉള്ളതോടുകൂടെ തന്നെ, ആ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നേതാക്കൾ ആ മുടി കൊണ്ടുവന്നിട്ടുള്ളത്. കാന്തപുരത്തിനടുത്തുള്ള മുടി നബി തങ്ങളുടെ മുടിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ബോംബെയിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കൾ ആ മുടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ കാന്തപുരത്തിനടുത്തുള്ള മുടി അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയല്ല എന്നതിനും തെളിവുണ്ട്. പിന്നെ നമ്മുടെ പക്കലുള്ള മുടി അത് നമ്മൾ ആ മുടിയെക്കുറിച്ച് നാം അങ്ങനെ വാദിച്ചിട്ടുമില്ല, അത് നബി തങ്ങളുടെ മുടിയാകുന്നു വാദിച്ചിട്ടുമില്ല. ഇനി പ്രത്യേകിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പൊ സമയം 12:57 ആയിട്ടുണ്ട്. 1 മണിക്ക് നമുക്ക് മൗലിദ് ആരംഭിക്കണം. 3 മിനിറ്റ് കൂടി നമുക്ക് ഈ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, 3 മിനിറ്റ് എന്ന ടൈം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്, കൃത്യസമയത്ത് മൗലൂദ് നടപ്പിൽ വരുത്തണമെന്ന. പക്ഷെ അതുപോലത്തെ ഒരു റബീഉൽ അവ്വലുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മൗലൂദുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരം ആയതുകൊണ്ട് ഈ കൈ ഉയർത്തി നിൽക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മാത്രം ആ ചോദ്യങ്ങൾ, അഥവാ റബീഉൽ അവ്വലുമായിട്ടും അതുപോലെ മൗലൂദ് പരമായിട്ടുമുള്ള ചോദ്യങ്ങൾ മാത്രം ഉള്ളവര് കൈ ഉയർത്തി നിൽക്കുകയും അതല്ലാത്ത ചോദ്യക്കാര് ഒന്ന് റൈസ് ഹാൻഡ് ഒഴിവാക്കുകയും ചെയ്ത് സഹകരിക്കണം. എന്നാ പിന്നെ അത്തരം ചോദ്യകർത്താക്കൾ നമ്മൾ മാനിക്കലും മൗലൂദിനെ നമ്മൾ മാനിക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് എന്റെ വിനീതമായ ഒരു അഭിപ്രായം. ഇൻഷാ അല്ലാഹ് അപ്പൊ അതുകൊണ്ട് 3 മിനിറ്റ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് അത്തരം ചോദ്യക്കാരെ നമ്മൾ ഒഴിവാക്കേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലൂദിന്റെ തന്നെ പ്രതിഫലം അതിൽ കിട്ടുമല്ലോ. എന്താണ് അങ്ങനെ ആകാമല്ലോ ഉസ്താദേ? വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശരി. പിന്നെ ഉസ്താദ്, പിന്നെ ഇവര് വേറൊരു സഹോദരൻ വന്ന് പിന്നെ ആ പുത്തനാശയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളോ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചിലർ ചോദിച്ചിരുന്നല്ലോ. അതില് ഇങ്ങനെ അല്ലാഹു തആലയുടെ ഹിക്മത്തിൽപ്പെട്ടതാണ് അന്നത്തെ ദിവസം മറച്ചു വെച്ചു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് അന്ന് മറച്ചു വെക്കുകയല്ല അല്ലാഹു തആല ചെയ്തിട്ടുള്ളത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്ന് അല്ലാഹു തആല ഈ മാലോകരെ അറിയിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ അത് തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാ ആഴ്ചയും അത് കൊണ്ടാടേണ്ടതാണ്. അതിന്റെ പേരിലുള്ള ശുക്ർ അല്ലാഹുവിന് വേണ്ടിക്കൊണ്ട് അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. അത് വാർഷികമായിട്ട് മാത്രം കൊണ്ടാടാനുള്ളതല്ല. അപ്പോ ആ ആഴ്ചതോളം കൊണ്ടാടാൻ വേണ്ടി തന്നെ അല്ലാഹു തആല അവന്റെ ഹിക്മത്തിൽ നിന്ന് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല അറിയിച്ചതാണല്ലോ, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ പോലും അത് അല്ലാഹു തആലയുടെ അറിയിപ്പിൽപ്പെട്ടതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു തആലയുടെ ഹിക്മത്തിൽ അത് മറച്ചു വെച്ചു എന്ന് പറയുന്നത് അത് ഒരിക്കലും യോജിക്കാത്തതാണ്. അല്ലാഹു തആലയുടെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അത് വാർഷികമായിട്ട് കൊണ്ടാടൽ അത് ആഴ്ചയിൽ കൊണ്ടാടുന്നതിനേക്കാൾ ഉത്തമമായ ഉന്നതമായ രൂപത്തിലായിരിക്കണം എന്നുള്ളത്.
ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. റെഡ് 123 പറഞ്ഞ ഐഡിയുള്ള സുഹൃത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇനി സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. റെഡ് 1234 എന്ന ഐഡിയുള്ള സുഹൃത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചേ. ഇല്ല, അദ്ദേഹത്തിന് ഡോട്ട് ഇട്ടേക്കും. പിന്നെ യഹിയ ആക്കോട് എന്ന സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? യഹിയ ആക്കോട് എന്ന ഐഡിയുള്ള സുഹൃത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഓക്കെ, അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. പിന്നെ ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും. ഈ മൗലിദ് ഏത് രീതിയിൽ നമുക്ക് ഓതാൻ പറ്റുമോ? പല രീതിയിലായിട്ട് മൗലിദ് ഓതിനെ കാണാം. അതിന്റെ വിധി എന്താ? മൗലിദ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മൗലിദ് അത് നെലുമായിക്കൊണ്ടും നെസറായിക്കൊണ്ടുമാണ്. അഥവാ ഗദ്യമായിക്കൊണ്ടും പദ്യമായിക്കൊണ്ടും. പദ്യമാണെങ്കിൽ അതിന് ഓരോ രീതികളുണ്ടാകും. അഥവാ അറബ് സാഹിത്യ നിയമപ്രകാരം ഷിഅറുകൾക്ക് വസനുകളുണ്ട്. അപ്പൊ ഓരോ ബൈത്തിനും ഓരോ ഷിഅറിനും പറ്റാവുന്ന വസനുകൾ ഏതൊക്കെയാണോ ആ വസനുകളെല്ലാം ആ രീതികളെല്ലാം അതിന് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ചില മൗലിദുകൾ, മുമ്പ് കാലത്തുള്ള പല മൗലിദുകൾ പരിശോധിച്ചാലും ചില മൗലിദുകളിലെല്ലാം വെറും ബൈത്തുകൾ മാത്രം, ചിലതിലെല്ലാം വെറും ഹദീസുകൾ മാത്രം. ഈ അടുത്ത കാലത്തായിക്കൊണ്ട് രചിക്കപ്പെട്ട മൗലിദുകളിലാണ് ഗദ്യവും പദ്യവും സമ്മിശ്രമായിക്കൊണ്ട് കാണുന്നത്. അപ്പൊ പദ്യമാകുമ്പോ ബൈത്തുകളാകുമ്പോ ബൈത്തുകൾക്കുള്ള സാഹിത്യ നിയമപ്രകാരം, ഇൽമുൽ ബദീഇന്റെ നിയമപ്രകാരം അതിനുള്ള ഓരോ വസനുകൾ ഉണ്ടാകും. ആ വസനുകൾ ഏതെല്ലാം ഉണ്ടോ അതിനോട് യോജിക്കുന്ന വസനുകൾ ഏതായിരുന്നാലും ആ വസനുകളൊക്കെ അതിന് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ മൗലിദിന്റെ ആ ഹൈബത്തും അദബും ഏതു രൂപത്തിലാണെങ്കിലും കാത്തു സൂക്ഷിക്കൽ അനിവാര്യവുമാകുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. നൂറി ഹമീദ് എന്ന് പറഞ്ഞ ഐഡിയിലെ സുഹൃത്ത് അവിടെ ഉണ്ടോ? നൂറി ഹമീദ് എന്ന് പറഞ്ഞ ഐഡിയിൽ ഇരിക്കുന്ന സുഹൃത്ത് അവിടെ ഉണ്ടോ? ഇല്ല. അടുത്ത 100% സുന്നി. അദ്ദേഹം 100% സുന്നി എന്ന ഐഡിയിലുള്ള സുഹൃത്ത് അവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടാ? ഉസ്താദ്, എനിക്ക് അറിയേണ്ടത് ഈ മങ്കൂസ് മൗലൂദിൽ ഒരുപാട് പ്രവാചകന്റെ, അതായത് സഹിയായ ഹദീസിനോ വിശുദ്ധ ഖുർആനിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടല്ലോ. അതായത് ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോൾ തീയെ തണുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം കൊണ്ടാണെന്നാണ് മങ്കൂസ് മൗലൂദിലുള്ളത്. വിശുദ്ധ ഖുർആനിലുള്ളത് തീയോട് തണുക്കാൻ പറഞ്ഞു, തീ തണുത്തു എന്നാണ്. അപ്പൊ ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? ഉസ്താദിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹലോ, 100% സുന്നി. മുമ്പ് പല വിഷയങ്ങളിലും അദ്ദേഹം നമ്മുടെ ക്ലാസ് റൂമിൽ വരികയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും മങ്കൂസ് മൗലിദിലുള്ളതും ഖുർആനിലുള്ളതും പരസ്പരം എതിരാണല്ലോ എന്ന ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാണ് ആ തീ തണുത്തത് എന്ന് മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. തീ തണുത്തത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് മങ്കൂസ് മൗലിദിലുണ്ട്. ഖുർആനിലും മങ്കൂസ് മൗലിദിലും ഉള്ളത് പരസ്പരം എതിരാണല്ലോ എന്നാണ്. ഞാൻ സഹോദരോട് ചോദിക്കട്ടെ, മങ്കൂസ് മൗലിദിന്റെ ഏത് ഭാഗത്ത് ഏത് വരിയിലാണ് സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ആ തീ തണുത്തത് നബി തങ്ങളുടെ നൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉണ്ടായത് കൊണ്ടാണ്. തീ തണുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉണ്ടായത് കൊണ്ടാകുന്നു എന്ന് മങ്കൂസ് മൗലിദിന്റെ ഏത് വരിയിൽ ഏത് ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് എത്രയും പെട്ടെന്ന്, കാരണം സമയം വളരെ വൈകിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പറയണം. തീ തണുത്തത് നബി തങ്ങളുടെ നൂറ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാകുന്നു എന്ന് മങ്കൂസ് മൗലിദിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വക്കാനഫി സുൽബി ഇബ്രാഹിം, അതായത് ആദ്യത്തെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓതാറുള്ള ഇതിന്റെ ഒരു ഏകദേശം ഒരു 5 or 6 ആയത്തായിട്ട് വരും. വക്കാനഫി സുൽബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹീന ഉൽക്കിയ ഫീഹി ഫിന്നാരി ഫാദ വസാറു ലഹുബഹുമാ മുഹമ്മദ. വസാറ ലഹുബുഹുമാ മുഹമ്മദ എന്നല്ല, വസാറ ലഹുബുഹുമാ മുഹമ്മദ എന്നാണ് സഹോദരൻ വായിച്ചത്. അങ്ങനെയല്ല, വസാറ ലഹുബുഹ മുഹമ്മദ. അതിന് തീ തണുത്തു എന്നാണോ അർത്ഥം? അതിന്റെ കൃത്യമായ അർത്ഥം ഒന്ന് പറയും. നിങ്ങൾ പറഞ്ഞത് തീ തണുത്തു എന്നാണല്ലോ. വസാറ ലഹുബുഹ മുഹമ്മദ എന്ന വാക്കിന്റെ അർത്ഥം തീ തണുത്തു എന്നാണോ? ആ വാക്കിനെ നിങ്ങളൊന്ന് അർത്ഥം പറയും. ഞാൻ വായിക്കുന്നത് മങ്കൂസ് മൗലൂദ് പരിഭാഷ സുന്നികളെ ഇറക്കിയത് തന്നെയാണ്. അതായത് നബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരുടെ തീയിലിട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ മുതുകിലുണ്ടായിരുന്നത് കൊണ്ടത്രേ അഗ്നി കത്തിച്ചൊലിക്കാതെ അണഞ്ഞു പോയത്. സഹോദരൻ, നിങ്ങളോട് പരിഭാഷ വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പരിഭാഷയിൽ നോക്കിക്കൊണ്ട് വേണമെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ ആ വാക്കിന് അർത്ഥം പറയുക. വസാറ ലഹുബുഹ മുഹമ്മദ എന്ന വാക്കിന് നിങ്ങൾ അർത്ഥം പറയുക. നിങ്ങൾ പറഞ്ഞത് തീ തണുത്തു, അത് ഈ നൂറുണ്ടായത് കൊണ്ട് എന്നാണ്. തീ തണുത്തത് നൂറ് ഉണ്ടായത് കൊണ്ടാകുന്നു എന്ന് മങ്കൂസ് മൗലിദിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് നിങ്ങൾ മറുപടി പറയും. അപ്പൊ ഞാനീ വായിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരുടെ തീയിലിട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവരുടെ മുതുകിലുണ്ടായിരുന്നത് കൊണ്ട് അത്രേ അഗ്നി കത്തിച്ചൊലിക്കാതെ അണഞ്ഞു പോയത്. അപ്പൊ ഈ പരിഭാഷ എഴുതിയ പണ്ഡിതൻ കളവെഴുതിയെന്നാണോ ഉസ്താദ് പറയുന്നത്? സഹോദര, വസാറ ലഹുബുഹ മുഹമ്മദ എന്ന വാക്കിന് തീ അണഞ്ഞു പോയി എന്നർത്ഥമില്ല. തീ അണഞ്ഞു പോയി എന്ന് വസാറ ലഹുബുഹ എന്ന വാക്കിന് അർത്ഥമില്ല. നിങ്ങൾക്ക് പരിഭാഷയും അതിന്റെ അറബി മൂലവും തട്ടിച്ചു നോക്കിക്കൊണ്ട് വിലയിരുത്തുവാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വസാറ ലഹുബുഹ മുഹമ്മദ എന്ന വാക്കിന് തീ അണഞ്ഞു പോയി എന്ന അർത്ഥമില്ല. നിങ്ങൾ പറഞ്ഞത് തീ തണുത്തു എന്നാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് തീ തണുത്തു എന്നാണ്. നിങ്ങൾ പരിഭാഷയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചതോ തീ അണഞ്ഞു പോയി എന്നുള്ളതുമാണ്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. തീ തണുത്തു എന്നതിന്റെ അറബ് വാക്കും തീ അണഞ്ഞു പോയി എന്നതിന്റെ അറബ് വാക്കും രണ്ടാണ്. മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം പറഞ്ഞത് തീ തണുത്തു എന്നാണ്. തീ തണുത്തു എന്നതിന് പറയുന്ന അറബ് വാക്കും തീ അണഞ്ഞു പോയി എന്നതിന് പറയുന്ന അറബ് വാക്കും രണ്ടാണ്. അപ്പൊ നിങ്ങൾ പരിഭാഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടത് തീ തണുത്തു എന്നതിന്റെ പരിഭാഷയാണ് എന്നതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. നിങ്ങളതിന് പരിഭാഷയായിക്കൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുള്ളത് തീ അണഞ്ഞു പോയി എന്നുള്ളതാണ്. ഇത് രണ്ടും യോജിപ്പില്ല. ഇനി തീ അണഞ്ഞു പോയി എന്ന അർത്ഥമാണെങ്കിൽ തന്നെ ഈ വാക്കിന് അങ്ങനെ അർത്ഥവുമില്ല. സഹോദരൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീണ്ടും മൈക്കിലേക്ക് വരണം, ഈ വിഷയം ക്ലിയർ ചെയ്യണം. അപ്പൊ
ഞാനീ വായിച്ചത് അതായത് സുന്നികൾ ഇറക്കിയ പരിഭാഷയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ അതിൽ തെറ്റ് എന്താണ്? അപ്പൊ ആ എഴുതിയതാണോ തെറ്റ്, അത് ഞാൻ പറഞ്ഞതാണോ തെറ്റ് എന്നൊന്നും എനിക്ക് ഉസ്താദ് വിശദീകരിച്ചു തരണം. ഇതിലിങ്ങനെ എഴുതിയിട്ടുള്ളത് നബി ഇബ്രാഹിം സഹോദരൻ, നിങ്ങൾ പറഞ്ഞത് തീ തണുത്തത് എന്ന് തണുക്കാൻ കാരണം നബി തങ്ങളുടെ നൂറ് ഇബ്രാഹിം ഇസ്ലാമിന്റെ മുതുകിൽ ഉണ്ടായത് കൊണ്ടാകുന്നു എന്ന് മൗലിദിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. തീ തണുക്കാൻ കാരണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് പരിഭാഷയിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ പരിഭാഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വായിച്ച ഭാഗമാകട്ടെ തീ അണഞ്ഞുപോയി എന്നുള്ളതുമാണ്. ഈ അണഞ്ഞുപോയി എന്നുള്ളതും തണുത്തു എന്നുള്ളതിന്റെയും അറബ് വാക്കുകൾ രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചതാവട്ടെ നിങ്ങളുടെ വാദത്തിന് അത് തെളിവുമല്ല. കാരണം നിങ്ങൾ പറഞ്ഞത് തീ തണുത്തു എന്നാണ്. മൗലിദിലുള്ളത് നിങ്ങൾ വായിച്ച പരിഭാഷയിൽ നിങ്ങൾ പറഞ്ഞത് തീ അണഞ്ഞുപോയി എന്നുമാണ്. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടിനെയും അറബിയിലേക്ക് വിവർത്തനം ചെയ്താൽ രണ്ടും രണ്ട് വാക്കുകളാണ് ഉണ്ടാവുക. തണുത്തു എന്നുള്ളതും അണഞ്ഞുപോയി എന്നുള്ളതും അറബ് ഭാഷയിൽ പറയുമ്പോൾ രണ്ടും രണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് തീ തണുത്തത് ഇബ്രാഹിം ഇസ്ലാമിന്റെ മുതുകിൽ നബി തങ്ങളുടെ നൂറുണ്ടായത് കൊണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ പരിഭാഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചതോ തീ അണഞ്ഞുപോയി എന്നുള്ളതുമാണ്. ഇത് രണ്ടും വേറെ വേറെയാകുന്നു എന്ന് സഹോദരൻ മനസ്സിലാക്കണം. തീ തണുത്തു എന്ന് പറഞ്ഞതിന്റെ വാക്ക് ഞാൻ അബദ്ധത്തിലാണെന്ന് കരുതുക. അപ്പോൾ തീ കെട്ടു എന്ന് വരുമ്പോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കുൽനാറു കൂനി ബർദം വസ്സലാമ അല ഇബ്രാഹിമ എന്നാണ്. അപ്പൊ ഈ രണ്ടും വൈരുദ്ധ്യല്ലേ വരുന്നത്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കുൽനാറു കൂനി ബർദം വസലാമ. മങ്കൂസ് മൗലിദിൽ പറഞ്ഞു വസാറ ലഹുബുഹ മുഹമ്മദ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വൈരുദ്ധ്യം വരുന്നത് എന്ന് സഹോദരൻ ഒന്ന് വിശദീകരിക്കണം. പെട്ടെന്ന് വിശദീകരിക്കണം, സമയം വളരെ വൈകിട്ടുണ്ട്. കുൽനാറു കൂനി ബർദൻ വസലാമ എന്നാണ് ഖുർആനിലുള്ളത്. വസാർ ലഹുബുഹ മുഹമ്മദ എന്നാണ് മങ്കൂസ് മൗലിദിലുള്ളത്. ഇത് രണ്ടും വൈരുദ്ധ്യമാവുന്നത് എങ്ങനെ? ഇത് എത്രയും പെട്ടെന്ന് വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയ 69-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് തീയെ നീ ഇബ്രാഹിമിന് നാം പറഞ്ഞു തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും ആയിരിക്കുക അല്ലേ? അപ്പൊ മങ്കൂസ് മൗലിദിൽ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിയിലുണ്ടായിരുന്നത് കൊണ്ടാണ് തീ കെട്ടതെന്ന്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഇത് വൈരുദ്ധ്യല്ല വരുന്നത് ഉസ്താദെ? ഒന്ന് അതിനൊന്ന് ഹലോ, വൈരുദ്ധ്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യാവൂല. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ മനസ്സിലാക്കാം. കുൽനാറു കൂനി ബർദൻ വസലാമ. ബർദും സലാമുമാകാൻ കാരണം നമ്മൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു എന്നുള്ളതാണ്. വസാറ ലഹുബുഹ മുഹമ്മദ. ലഹുബുഹ മുഹമ്മദ ഈ സംഗതിക്ക് കാരണം നബി തങ്ങളുടെ നൂറ് ഇബ്രാഹിം ഇസ്ലാമിന്റെ മുതുകിൽ ഉണ്ടായി എന്നുള്ളത്. ഇത് രണ്ടും രണ്ട് സംഗതികളാണ്. ഒന്ന് യാ നാറു കൂനി ബർദൻ വസലാമ, ബർദും സലാമും ആവാൻ കാരണം അള്ളാഹു പറഞ്ഞു എന്നുള്ളതും. വസാറ ലഹുബുഹ മുഹമ്മദ. ലഹുബുഹ മുഹമ്മദ, ഞാൻ അതിന്റെ അർത്ഥം മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. കാരണം സഹോദരൻ ആ വാക്കിന്റെ അർത്ഥം അറിയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അർത്ഥം വിശദീകരിക്കേണ്ട ആവശ്യമാണെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരാം. ലഹുബുഹ മുഹമ്മദ എന്നതിന് കാരണമാണ് നബി തങ്ങളുടെ നൂറ് ഇബ്രാഹിം ഇസ്ലാമിന്റെ മുതുകിൽ ഉണ്ടായി എന്നുള്ളത്. ഖുർആനിൽ പറയുന്നതോ ബർദൻ വസലാമ, ബർദും സലാമും ആകാനുള്ള കാരണം. ഇത് രണ്ടും രണ്ടാണ്. ഉസ്താദില് രണ്ട് വിഷയം വരികയാണല്ലോ ഒരേ കാര്യത്തിൽ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊന്ന് വിശദീകരിച്ച് ഉസ്താദിന്റെ ബാധ്യതയാണ് ഉസ്താദ് പറയാനുള്ള നിലക്ക്. ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട് എന്ന അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല ആ വിഷയം എനിക്കറിയില്ല എന്നാണോ പറയുന്നത്? വൈരുദ്ധ്യമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല വൈരുദ്ധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഹലോ സഹോദരൻ, ഇനി നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ആ വിഷയം ക്ലിയർ ചെയ്യാം. യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ആ വൈരുദ്ധ്യം എങ്ങനെയാണ് വൈരുദ്ധ്യം വന്നത് എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വിഷയവുമായിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മൗലിദ് നമ്മുടെ റൂമിൽ നടത്തേണ്ടതുണ്ട്. അതിന് സമയം വൈകും. അദ്ദേഹത്തിന്റെ ID കാണാനുമില്ല. അദ്ദേഹം പോയിട്ടുണ്ടോ റൂമിൽ നിന്ന്? അദ്ദേഹം റൂമിൽ നിന്ന് പോയോ? ശരി ശരി, നമുക്ക് ആ വിഷയം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ യാ നാറു കൂനി ബർദൻ വസലാമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഈ
തീയെ അത് തണുപ്പും സലാമുമാകണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് യാ നാറുകൂനി, തീയെ നീ ആവുക, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം ഇസ്ലാമിന്റെ പേരിൽ ബർദും സലാമും ആവുക. എന്തുകൊണ്ട്? ഇബ്രാഹിം ഇസ്ലാമിന്റെ പേരിൽ ഈ തീയെ നീ ബർദും സലാമും ആകണം. എന്തുകൊണ്ട്? എന്ത് കാരണത്താൽ? ഇതാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹു ബുഹാ മുഹമ്മദ. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തീയെ നീ ബർദും സലാമും ആകണം. അങ്ങനെ അല്ലാഹു തആല പറയാനുള്ള കാരണം എന്തായിരുന്നു? ഇതാണ് മങ്കൂസ് മൗലിദ് വിശദീകരിക്കുന്നത്. അതല്ലാതെ ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. ഇനിയും ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് നാളെ ഇന്ത്യൻ സമയം 3 മണി മുതൽ 4 മണി വരെ മൗലിദ് സംബന്ധമായ ചർച്ചയുണ്ടാകും. ഇപ്പോ നമുക്ക് മൗലിദിലേക്ക് നീങ്ങേണ്ടത് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ അഡ്മിന്മാർ മൈക്കിലേക്ക് വരും, അവർ ബാക്കി കാര്യങ്ങൾ പറയുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു യാ ഉസ്താദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ത്യാഗവും അർപ്പണവും എല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. നാട്ടിൽ നിന്ന് ഈ വൈകിയ വേളയിലും അല്ലാഹു തആലയുടെ ദീനിന് വേണ്ടിയിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മമാസത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വിവരമില്ലാത്തവർക്ക് വിവരം നൽകി കൊടുക്കുകയും ഉള്ളവർക്ക് അതിനെ അധികമാക്കി തരികയും ചെയ്ത ഉസ്താദിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.